GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. തുടർച്ചയായ ഗിന്നസ് പുതുവത്സരാഘോഷത്തിനൊരുങ്ങുന്ന റാസൽ ഖൈമയിൽ സന്ദർശകർക്ക് സൗജന്യ വാഹന പാർക്കിങ്ങിനായുള്ള രജിസ്ട്രേഷൻ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ മുന്നോട്ട് വച്ചു. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളിൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള കരിമരുന്ന് വിരുന്നിലൂടെയാകും കൂടുതൽ ലോക റെക്കോർഡുകൾ റാസൽ ഖൈമ സ്ഥാപിക്കുക. ഡിസംബർ 31 ഉച്ചയ്ക്ക് 2 ശേഷം അൽമർജാൻ ഐലൻഡിലേക്കുള്ള പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കുമെന്ന് റാക് പോലീസ് വ്യക്തമാക്കി. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് പാർക്കിംഗ് പെർമിറ്റുകൾ കരസ്ഥമാക്കി അൽമർജാൻ ദ്വീപിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്താം. രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് അൽമർജാൻ ഐലൻഡിലെത്തുന്ന സമയം രേഖപ്പെടുത്തുന്നവർക്ക് വാട്സാപ്പ്, ഇമെയിൽ വഴി പാർക്കിംഗ് വിശദാംശങ്ങളും എത്താനുള്ള നിർദ്ദേശങ്ങളും അടങ്ങുന്ന സ്ഥിരീകരണ സന്ദേശം ലഭിക്കും. UAE-യിലുടനീളമുള്ള സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഗാർഹിക തൊഴിലാളികൾക്കുമായുള്ള പുതിയ അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ഈ പദ്ധതി 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. അബുദാബിയിലും ദുബായിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ടെന്നിരിക്കെ പുതിയ പദ്ധതി ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജേറ എന്നീ എമിറേറ്റുകളിലും നടപ്പിലാക്കും. മന്ത്രാലയവും ICP വകുപ്പും ചേർന്നാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സൗദിയിലെ രണ്ടാമത്തെ വ്യവസായ നഗരമായ യാംബുവിൽ 15ാമത് പുഷ്പമേള ജനുവരി 28 ആരംഭിക്കുമെന്ന് സംഘാടകരായ യാംബു റോയൽ കമ്മീഷൻ അറിയിച്ചു. ഫെബ്രുവരി 27 വരെ നീളും ഈ പരിപാടി. സ്വദേശികളും വിദേശികളും ഒരുപോലെ ആസ്വദിച്ച 14ാമത് പുഷ്പമേള കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15 തുടങ്ങിയത്. സന്ദർശകരുടെ അഭൂതപൂർവമായ തിരക്ക് കാരണം പിന്നീട് ഏപ്രിൽ 30 വരെ നീട്ടി. വൈകിട്ട് 5 മുതൽ രാത്രി 11 വരെയായിരുന്നു അന്ന് പൊതുജനങ്ങൾക്ക് പ്രവേശന സമയം. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഫലമായി പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റ് തീരങ്ങളിലും അറബിക്കടലിന്റെ തീരങ്ങളിലും കടൽ തിരമാലകൾ 2.5 മീറ്റർ ഉയരത്തിലെത്തും. മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലും പൊടിയും അഴുക്കും ഉയരാൻ സാധ്യതയുണ്ട്. ദൂരക്കാഴ്ചയും ബാധിച്ചേക്കും. മസ്കറ്റ് അടക്കമുള്ള മിക്ക ഗവർണറേറ്റുകളിലും താപനില കുറയാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ദാഖിലിയ ഗവർണറേറ്റിലെ സൈക് പ്രദേശത്താണ്. 0.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനിലയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.